പുൽപ്പള്ളിയിൽ ഒരു കടുവാ സാന്നിധ്യമെന്ന് നാട്ടുകാർ പറയുന്നു. താഴങ്ങാടി വേടങ്കോട്ട് കൃഷിയിടത്തിൽ കടുവയെ കണ്ടുവെന്ന് വഴിയാത്തകനായ കാര്യമ്പാതി ഉന്നതിയിലെ കുഞ്ചുവാണ് പറഞ്ഞത്. കടുവയെ കണ്ട് പേടിച്ചോടിയ യുവാവ് സമീപത്തെ വീട്ടിലെത്തി വിവരം അറിയിച്ചു. ഒരു പ്രതികരണം കാണാം. പ്രദേശവാസിയായിട്ടുള്ള ഒരു യുവാവ് നടന്നു വരുന്നതിനിടയ്ക്ക് കടുവയെ കണ്ടുകയും ഓടി അയാൾ അടുത്ത വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതനുസരിച്ച് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്ന് തെരച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. കടുവയെ കണ്ടെത്തേണ്ട സാഹചര്യം വളരെ അടിയന്തരമായിട്ട് കടുവയെ കണ്ടെത്തേണ്ടതുണ്ട്. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ സ്റ്റാഫ് ആ ഭാഗങ്ങളിൽ പരിശോധിച്ചിരുന്നു. കടുവയുടെ സാന്നിധ്യമൊന്നും ആ ഭാഗത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ആ ഭാഗത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച് സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. നിലവിലെ ഭാഗത്തൊന്നും കടുവയുടെ സാന്നിധ്യം കാണുന്നില്ല. സുർജിത്ത് അയ്യപ്പത്ത് വരികയാണ്. സുർജിത്ത്, എല്ലാ ദിവസവും വേണം കടുവയും പുലിയും ഒക്കെ കാണുന്ന ആ മേഖലയിൽ ഒരു യുവാവ് കടുവയെ കണ്ട് പേടിച്ചോടി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമല്ല. വനം വകുപ്പ് അവിടെ കടുവ ഇല്ല എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഇപ്പുറത്തെ ക്യാമറ ട്രാപ്പുകളൊക്കെ വെക്കാൻ ഉദ്ദേശമുണ്ടോ സുർജിത്ത്? ഹാഷ്മി, അത്തരം നടപടിയിലേക്ക് പോവുകയാണ്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പുൽപ്പള്ളി നഗരത്തിലെ തന്നെ താഴേങ്ങാടി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടു എന്നുള്ള കുഞ്ചു എന്ന ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ട യുവാവ് പങ്കുവെക്കുന്നത്. അദ്ദേഹം ഈ കടുവയെ കണ്ട് പേടിച്ച് കൃഷിയിടത്തിലാണ് കണ്ടത്. പേടിച്ച് നേരെ അടുത്തുള്ള വീട്ടിൽ പോയി വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. വനംവകുപ്പ് എത്തി പരിശോധന നടത്തി. പക്ഷേ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആളുകളുടെ ആശങ്ക അകറ്റാൻ മേഖലയിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവാണ് ഇക്കാര്യം സംസാരിച്ചത്. എന്തായാലും ജനപ്രതിനിധികൾ ഈ ആളുകളുടെ ആശങ്ക അകറ്റണം എന്നുള്ള ആവശ്യമാണ് ഈ ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി ചാരുവേലിൽ പറയുന്നത്. അതോടൊപ്പം നേരത്തെ പ്രണവും ബാബു എന്നയാൾ ഈ പ്രദേശത്ത് തന്നെ ഇതിനടുത്തുള്ള പ്രദേശത്ത് വീടിനോട് ചേർന്ന് കടുവയെ കണ്ടിരുന്നു. അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. അവിടെ റബ്ബർ തോട്ടം ഉൾപ്പെടെയുള്ള തോട്ടങ്ങളുള്ള പ്രദേശമാണ്. ആ കടുവ പോകുന്നത് കൃത്യമായ രീതിയിൽ തന്നെ കണ്ടതാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് ആ മേഖലയിൽ പരിശോധനയൊക്കെ നടത്തി. പക്ഷേ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആളുകൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ ആ തരത്തിൽ കടുവയുണ്ട് എന്നുള്ള അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി.